CPM പിന്തുണയോടെ വിമത നീക്കം നടത്തി ലീഗ് ഭരണസമിതിയെ അട്ടിമറിച്ച് പാർട്ടിയെ നാണക്കേടിലേക്ക് വഴിവെച്ച സംഭവത്തിൽ മലപ്പുറം കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പിരിച്ചുവിട്ട് സംസ്ഥാന നേതൃത്വം. പിന്നാലെ CPM പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച ചെയർപേഴ്സൺ മുഹ്സിന പൂവൻമടത്തിലും വൈസ് ചെയർമാൻ PP ഉമ്മറും തലസ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. നേരത്തെ ഇരുവിഭാഗം കൗൺസിലർമാർ, മുനിസിപ്പൽ കമ്മിറ്റി എന്നിവരുമായി ജില്ലാ നേതൃത്വം വെവ്വേറെ ചർച്ച നടത്തിയിരുന്നു. ഈ റിപ്പോർട്ട് കൈമാറിയതിന് പിന്നാലെയാണ് നടപടി. മുസ്ലിം ലീഗ് കോട്ടക്കൽ മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിട്ട നേതൃത്വം അബ്ദുറഹ്മാൻ രണ്ടത്താണി കൺവീനറായി അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകി. നിലവിലുള്ള വികസന സ്ഥിരസമിതി അധ്യക്ഷ ഡോക്ടർ ഹനീഫ ഒഴികെയുള്ള മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോടും രാജിവെക്കാനും പാർട്ടി നിർദ്ദേശം നൽകി. കോട്ടക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഹമ്മദ് മേലേതിൽ, യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗവും മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റുമായ KM ഖലീൽ എന്നിവരെ തൽസ്ഥാനത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതാണ് മറ്റൊരു തീരുമാനം. പ്രാദേശിക വിഷയത്തിലേക്ക് സംസ്ഥാന നേതൃത്വത്തെയും പാണക്കാട് കുടുംബത്തെയും വലിച്ചയച്ചതിൽ കടുത്ത അതൃപ്തിയാണ് നേതാക്കൾ പങ്കുവച്ചത്. അതേസമയം വിമിത വിഭാഗം നടത്തിയ നീക്കവും ആവശ്യങ്ങളും ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. KK നാസർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. പ്രാദേശികമായി പ്രശ്നം പരിഹരിക്കാനും CPMന്റെ നീക്കമറിയാൻ കമ്മിറ്റിക്ക് കഴിയാത്തതും നേതാക്കൾ വിലയിരുത്തിയതെന്നാണ് അറിയുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷരായ ആലമ്പാട്ടിൽ റസാഖ് ഒഴികെയുള്ള PD അബ്ദു, പാറോളി റംല തുടങ്ങിയ ഭരണസമിതിക്കൊപ്പം നിന്ന പുതുക്കിടി മറിയാമു എന്നിവരും പാർട്ടി തീരുമാനപ്രകാരം സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. ഡോക്ടർ ഹനീഫ, ചെരട മുഹമ്മദ് അലി എന്നിവർ പുതിയ നഗരസഭ അധ്യക്ഷന്മാരാകും. മലബാർ ടൈംസ്, കോട്ടക്കൽ.